നമസ്കാരം. കക്കൂസിൽ പോകാൻ കാത്തു നിൽക്കണം. ലോകത്തെ ഏറ്റവും വലിയ പടക്കപ്പലിലെ ഏറ്റവും പുതിയ വിശേഷമാണിത്. കപ്പലിനകത്ത് പൊരിഞ്ഞ പോരാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. 5000-ത്തിലടുത്ത് നാവികരുണ്ട് ഈ കപ്പലിനകത്ത്. ലോകത്തെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ്. 650 ശുചിമുറികളാണ് ഈ കപ്പലിനകത്തുള്ളത്. ഈ 650 ശുചിമുറികൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ഈ 5000 നാവികർ. 45 മിനിറ്റോളം ക്യൂ നിൽക്കണം. എങ്കിലേ ഒന്ന് ശുചിമുറിക്കകത്ത് കക്കൂസിനകത്ത് കയറാൻ കഴിയുകയുള്ളൂ. ഇതിനെ ചൊല്ലി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തർക്കങ്ങൾ മുറുകുന്നു, പൊരിഞ്ഞ പോര് നടക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇറാനുമായി ഇപ്പോൾ യുദ്ധം ചെയ്താൽ വിജയിക്കാൻ പോകുന്നില്ല, കനത്ത തിരിച്ചടി കിട്ടും എന്ന് ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ സംയുക്ത സൈനിക മേധാവി വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശ്നം അല്ലെങ്കിൽ നാവികരുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്, ഇങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാനായത്. അതായത് ഒന്ന് കക്കൂസിൽ പോകാൻ പോലും സൗകര്യമില്ല. ഈ കപ്പൽ വെച്ച് എങ്ങനെ യുദ്ധം ചെയ്യാൻ കഴിയും? 45 മിനിറ്റ് ക്യൂ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും? അദ്ദേഹം പറയുന്നതിനും കാര്യമുണ്ട്. എന്നാൽ ട്രംപ് പറയുന്നത് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയില്ല, അത് ഞാൻ തീരുമാനിക്കും, ഞാൻ തീരുമാനിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുക എന്നൊക്കെയാണ്. ട്രംപിനുണ്ടോ ഇത് വല്ലതും മനസ്സിലാകുന്നു? അതായത് ഒന്ന് കക്കൂസിൽ പോകാൻ സൈനികർ തമ്മിൽ തല്ലാണ്. ഈ തല്ല് തീർന്നിട്ട് വേണ്ടേ ഇറാനുമായി ഒരു തല്ലുണ്ടാക്കാൻ? ഇറാനുമായി തല്ലിയാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതുപോലൊരു പ്രശ്നം ഇവർക്കിടയിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് വിജയിക്കാൻ പോകുന്നത്? എന്തായാലും അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് അമേരിക്കൻ നാവികർ ഇപ്പോൾ അനുഭവിക്കുന്നത്. 6 മാസക്കാലമാണ് ഇവർക്കൊക്കെ സാധാരണ രീതിയിൽ തുടർച്ചയായി ഡ്യൂട്ടി ഉണ്ടാകാറുള്ളത്. ബാക്കി സമയങ്ങളിൽ കുടുംബാംഗങ്ങളുമായി ചിലവഴിക്കാൻ ഇവർക്ക് അവസരമുണ്ട്. എന്നാൽ ഏറെ മാസങ്ങളായി കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു ചടങ്ങിലും ഇവർക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല. മരണം, ജനനം, മറ്റ് ആഘോഷങ്ങൾ, അത്തരത്തിലുള്ള ഒരു പരിപാടികളിലും പങ്കെടുക്കാൻ ഈ നാവികർക്ക് കഴിയുന്നില്ല. വെനസ്വേലൻ പ്രസിഡന്റിനെ പിടികൂടാൻ വേണ്ടി പോയത് ഈ കപ്പലാണ്. ഈ കപ്പലിലാണ് ആ ഒരു ദൗത്യം പൂർത്തിയാക്കിയത്. ഈ കപ്പലുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നത്. അവിടെ നിന്ന് നേരെ ഈ കപ്പൽ വന്നത് ഇറാൻ തീരത്തേക്കാണ്. അതായത് കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഈ നാവികർ ഓൺ ഡ്യൂട്ടിയിലാണ്. ഇന്നും ഇന്നലെയും അല്ലെങ്കിൽ 1-2 ദിവസം മാത്രമല്ല ഈ കക്കൂസിൽ പോകാൻ കഴിയാത്ത ഒരു പ്രശ്നം ഇവർ അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഇവരുടെ അവസ്ഥ ഇങ്ങനെയാണ്. ആവശ്യത്തിന് ലീവില്ല, കുടുംബാംഗങ്ങളുമായി ചെലവഴിക്കാൻ കഴിയുന്നില്ല, മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്കിടെയാണ് നിങ്ങൾ യുദ്ധം ചെയ്യൂ, നിങ്ങൾ ഇറാനെ ആക്രമിക്കൂ എന്ന് പറഞ്ഞ് ട്രംപ് നിർബന്ധിക്കുന്നത്. എന്തായാലും ഈ അമേരിക്കൻ നാവികരുടെ കാര്യം വല്ലാത്ത കഷ്ടത്തിലാണ്. കക്കൂസിൽ പോകാനുള്ള അവസരമെങ്കിലും ട്രംപ് ഇവർക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി കാണാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഈ കപ്പലും വെച്ച് ഇവിടെ അമേരിക്ക യുദ്ധം ചെയ്യാൻ പോകുന്നത് ഹൈഫ തുറമുഖത്ത് നങ്കൂരമിട്ടാണ് എന്ന വാർത്തകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇസ്രായേലിന്റെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഈ 5000 പേർ 45 മിനിറ്റ് ക്യൂ നിന്നിട്ടാണെങ്കിലും കാര്യം സാധിക്കുന്നത് ഇസ്രായേൽ തുറമുഖത്താണ്. ആ തുറമുഖത്തിന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു പോവുകയാണ്. ഇങ്ങനെ മൊത്തത്തിൽ മാലിന്യമയമായ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. ഇറാന്റെ മിസൈലുകൾക്ക് ചോടെയാണ് ഇവിടെ മോദി ഇസ്രായേലിൽ എത്തിയത്. ആ മിസൈലുകൾക്ക് ചൂടെയാണ് മോദി ഇസ്രായേലിലേക്കുള്ള വിമാനം പറത്തിയത് എന്നൊക്കെയുള്ള വാർത്തകൾ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. മിസൈൽ അല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇസ്രായേലിലെ മാലിന്യം തന്നെയാണ്. കൃത്യമായി മാലിന്യ സംസ്കരണം നടക്കുന്നില്ല ഈ കപ്പലിനകത്ത് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ 2025 മാർച്ച് മാസത്തിൽ 5 ദിവസം കൊണ്ട് ഏകദേശം 210-ലധികം അറ്റകുറ്റപ്പണികൾ ഈ കപ്പലിനകത്ത് നടത്തിയിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നു. മൊത്തത്തിൽ ആകെ കാര്യങ്ങൾ താറുമാറായി കിടക്കുകയാണ്, കൈവിട്ട അവസ്ഥയിലാണ്. ഈ ഒരു സംവിധാനത്തെ വെച്ച് എങ്ങനെ ഇറാനെ നേരിടാനാകും എന്ന ചോദ്യമാണ് സംയുക്ത സൈനിക മേധാവി ചോദിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചൈനയുമായി ഈ കപ്പൽ വേധ മിസൈൽ കരാറിൽ ഇറാൻ ഏർപ്പെട്ടു എന്ന വാർത്തയാണ്. ആ വിഷയം നമുക്ക് പിന്നീട് പറയാം. എന്തായാലും ഇപ്പോൾ ഈ കപ്പൽ വെച്ച് എങ്ങനെ യുദ്ധം ചെയ്യും എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. ഇക്കാര്യത്തിലാണ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യമായി ഒരു പരിഹാരം കാണേണ്ടത് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് എങ്കിൽ അത് പറയുക. എന്തായാലും ട്രംപ് ഈ അമേരിക്കൻ നാവികരുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കണം എന്ന് മാത്രമാണ്
എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.